ഇന്ത്യയിൽ പ്രേതബാധയെ തുടർന്ന് അടച്ചുപൂട്ടേണ്ടി വന്ന ഒരു റെയിൽവേ സ്റ്റേഷനെ പറ്റി നിങ്ങൾക്കറിയുമോ? ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണ് കടക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് ബെഗുൻകോഡാർ. രാത്രിയിൽ ഇവിടെ ആരും റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കാറില്ല. കാരണം ഇവിടെ പ്രേതബാധയുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. 1960 ബെഗുൻകോഡാർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. റാണി ലച്ചൻ കുമാരിയും ഇന്ത്യൻ റെയിൽവേയും ചേർന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച് 6 വർഷത്തോളം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1967 സ്റ്റേഷനിൽ പ്രേതബാധയുള്ളതായി കണ്ടെത്തി. ഒരു സ്ത്രീയുടെ പ്രേതത്തെ ആദ്യം കണ്ടത് ഒരു സ്റ്റേഷൻ ജീവനക്കാരനാണ്. അത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീയുടെ പ്രേതമാണെന്ന് അയാൾ വിശ്വസിച്ചു. എന്നാൽ സ്റ്റേഷൻ മാസ്റ്റർ പ്രേതത്തെ കണ്ടുവന്ന വാർത്ത ഗ്രാമവാസികൾ വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേഷൻ മാസ്റ്ററെയും കുടുംബത്തെയും അവരുടെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇത് ഗ്രാമവാസികൾക്കിടയിൽ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും പ്രേതബാധയെ തുടർന്നാണ് ഇത് സംഭവിച്ചതെന്ന് ആരും കാര്യമായൊന്നും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് അതേ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ രാത്രി കാണുകയും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയും തുടങ്ങിയതോടെ എല്ലാവർക്കും ഭയം ഏറിത്തുടങ്ങിയിരുന്നു. പതിയെ ബെഗുൻകോഡാർ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രേതബാധയുള്ള റെയിൽവേ സ്റ്റേഷനായി മാറുകയായിരുന്നു. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ബെഗുൻകോഡാർ റെയിൽവേ സ്റ്റേഷനിൽ ആളൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. പകൽ പോലും ആളുകൾ ഇവിടെ വരാൻ ഭയപ്പെട്ടിരുന്നു. പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ ആളില്ലാതായതോടുകൂടി അതിൻ്റെ പ്രവർത്തന സമയം നിർത്തി. ഈ ഭയം മാറ്റാൻ 2009 മമതാ ബാനർജി കേന്ദ്ര റെയിൽവേ മന്ത്രിയാകേണ്ടി വന്നു. ഇതിനു മുമ്പ് 1990കളിൽ സ്റ്റേഷൻ തുറക്കണമെന്ന് നാട്ടുകാരിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നെങ്കിലും അത് സാധ്യമായിരുന്നില്ല. പിന്നീട് 2009 ഓഗസ്റ്റിൽ സ്റ്റേഷൻ വീണ്ടും തുറന്നു. 42 വർഷങ്ങൾക്ക് ശേഷം ഇന്നും സൂര്യാസ്തമയത്തിന് ശേഷം ആളുകൾ ബെഗുൻകോഡാർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് കടക്കാറില്ല. ഈ സ്ഥലം ഇപ്പോഴും ഹോണ്ടഡ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ മറ്റൊരു കഥയുമായി വരുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.